ബേഗയുടെ രാഗത്തിലത്തെ ഫിലിം സോങ് കോമ്പോസിഷൻസ് നോക്കുകയാണെങ്കിൽ, ഫിലിം സോങ്സ് നോക്കുകയാണെങ്കിൽ മലയാളത്തിലാണ് കൂടുതലായിട്ടും നമുക്ക് ഇതിന്റെ കോമ്പോസിഷൻസ് കാണാൻ സാധിക്കുക. ആക്ച്വലി തമിഴിൽ ഞാൻ നോക്കിയതിൽ എനിക്ക് പിന്നെ ബേഗയുടെ രാഗത്തിലൊരു കോമ്പോസിഷൻ, ഒരു ഫിലിം സോങ് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. മലയാളത്തിൽ ആക്ച്വലി കുറച്ച് സോങ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു മലയാളത്തിന്റെ ഈ ബേഗഡയുടെ ഭാവം എന്ന് പറയുന്നത് കുറച്ചുകൂടി നമ്മുടെ ഒരു സൗത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ കേരള തനിമ കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു രാഗമായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണോ എന്ന് അറിയില്ല, തമിഴിൽ അധികം യൂസ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. പെട്ടെന്ന് ഓർമ്മ വരുന്നത് ദക്ഷിണാമൂർത്തി സ്വാമിയുടെ കോമ്പോസിഷൻ, ഇന്നലെ നീയൊരു സുന്ദരരാഗമായ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു, താവക കരാങ്കുലി ചുംബനലഹരിയിൽ പ്രേമ സംഗീതമായി നീ പുറത്തു വന്നു, ഇന്നലെ നീയൊരു സുന്ദരരാഗമായ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു. പ്രോപ്പറായിട്ട് ബേഗഡയുടെ എല്ലാ എന്താ പറയാ ജീവനും ഉൾക്കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു കോമ്പോസിഷനാണ് ഈ പാട്ട്. ഇന്നലെ സനിതാവ സ ഇന്നലെ നീയൊരു എന്ന് പറയുമ്പം സനിതാവ സ ഗ സാ ടു ഗ. ആ ട്രാൻസിഷൻ വളരെ എന്താ പറയാ പെക്യുലർ ആണ് ഈ ബേഗഡയെ സംബന്ധിച്ച്. സഗരിഗ സഗരിഗ മാപ, അവരോണത്തിൽ വരുന്ന സനിതാപ, കാകള നിഷാദം യൂസ് ചെയ്യുന്ന സനിതാപ പ സ, അതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സനിതാപ സ ഗ ഗ. ബാക്കി അതിന്റെ അനുപല്ലവി ഒക്കെ എടുത്താലും പ്രോപ്പർ ആയിട്ടുള്ള അതിന്റെ നമുക്ക് ബേഗഡയുടെ ജീവൻ കറക്റ്റ് ആയിട്ട് എന്താ പറയാ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു കോമ്പോസിഷനാണ്. മാനത്തെ മട്ടുപ്പാവിൽ താരകാറാണിമാര ഗാന നിർജരി കേട്ടു തരിച്ചു നിന്നു, നീതമ പദ നീതമ. ആ നിഷാദം, ബേഗഡ നിഷാദം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തെളിഞ്ഞു കാണുന്ന രീതിയിലുള്ള പ്രയോഗങ്ങളാണ്. നീലമാമരങ്ങൾ ചാരെ നിന്നീളം തെന്നൽ സാ ടു ഗ, അവിടെയും ഹയർ ഒക്ടേവിലും അവിടെ യൂസ് ചെയ്തിട്ട് വരുന്ന പ്രയോഗമാണ് അനുപല്ലവില നെക്സ്റ്റ് പോർഷൻ വരുമ്പോൾ. അങ്ങനെ ശരിക്കും ഒരു കർണാടകയിലത്തെ ഒരു കോമ്പോസിഷൻ അല്ലെങ്കിൽ ഒരു കീർത്തനം കമ്പോസ് ചെയ്യുന്ന പോലെ തന്നെ എഫേർട്ട് എടുത്തിട്ട് ചെയ്തിട്ടുള്ള ഒരു കോമ്പോസിഷൻ ആണെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ദേവരാജ മാഷ്ട കോമ്പോസിഷനാണ് അമ്പലപ്പറമ്പിലെ ആരാമത്തിലെ ചെമ്പരത്തി പൂവേ, അമ്പലപ്പറമ്പിലെ ആരാമത്തിലെ ചെമ്പരത്തി പൂവേ, അങ്കച്ചമയത്തിന് താനിത്തിരി സിന്ദൂരമുണ്ടോ സിന്ദൂരം, അമ്പലപ്പറമ്പിലെ ആരാമത്തിലെ ചെമ്പരത്തി പൂവേ, ഗമപ ഗരീസ സനിദാപാസ ആരാമത്തിലെ ചെമ്പരത്തി സഗരിഗ. പിന്നെ എം കെ അർജുനൻ മാഷ്ട
ഒരു സോങ് ഉണ്ട്, ഒരു പഴയ സോങ്, ശ്രീമതി എസ് ജാനകി അമ്മ ആലപിച്ചിട്ടുള്ള ഒരു പാട്ടാണ്. വളരെ മനോഹരമായിട്ടൊരു കോമ്പോസിഷൻ, അതും ബേഗഡയിലത്തെയാണ്. പൂനിലാവേവാ പൂവാരിയെറിയാൻ വാ, പൂനിലാവേവാ പൂവാരിയെറിയാൻ വാ, പൂമണിക്കാറ്റേവാ പുളകപ്പുതപ്പുങ്കൊണ്ടോടിവാ, പൂനിലാവേവാ പൂവാരിയെറിയാൻ വാ. ഇതും ബേഗഡയിലത്തെ ഒരു കോമ്പോസിഷനാണ്. പിന്നെ ശ്രീ എം ജയചന്ദ്രൻ കമ്പോസ് ചെയ്തിട്ടുള്ള മയങ്ങിപ്പോയി എന്നുള്ള ആ സോങ്, അത് പ്യുവർ ബേഗഡയാണ്. പ്രോപ്പറായിട്ട് ഈ പറഞ്ഞ പോലെ ദക്ഷിണാമൂർത്തി സ്വാമിയൊക്കെ കമ്പോസ് ചെയ്ത പോലത്തെ ടോപ്പ് ടു ബോട്ടം ഫുൾ ആൻഡ് ഫുൾ ബേഗഡയിൽ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു സോങ് ആണ്. മയങ്ങിപ്പോയി ഞാൻ മയങ്ങിപ്പോയി രാവിൻ പിന്നിലവലയിൽ മയങ്ങിപ്പോയി, നീ വരുമ്പോൾ നിൻ വിരൽ തൊടുമ്പോൾ ഞാൻ ഈറന്നിലാവായി മയങ്ങിപ്പോയി, മയങ്ങിപ്പോയി ഞാൻ മയങ്ങിപ്പോയി രാവിൻ പിന്നിലാവലയിൽ മയങ്ങിപ്പോയി, നിസഗരിക മയങ്ങിപ്പോയി ഞാൻ സഗരിക മാഗമരേസ. ആ മാ ശരിക്കും ബേഗഡയുടെ മധ്യമം യൂസ് ചെയ്യുന്ന ആ പ്രോപ്പർ ആയിട്ടുള്ള ഗമകമാണ് കൊടുത്തിരിക്കുന്നത്. ഗമരേസഗ പിന്നിലവലയിൽ മയങ്ങിപ്പോയി, നീ വരുമ്പോൾ വിരൽ തൊടുമ്പോൾ ഈറന്നിലാവായി ഗമപവനീരപ. നിഷാദം പ്രോപ്പറായിട്ട് ബേഗഡയുടെ ഭാവം കൊണ്ടുവരുന്ന നിഷാദമാണ് യൂസ് ചെയ്തിരുന്നത്. മലയാളത്തില് ഞാൻ പറഞ്ഞ പോലെ മലയാളത്തിലാണ് ഞാൻ സോങ്സ് നോട്ടീസ് ചെയ്തിട്ടുള്ളത് ബേഗഡയില്. തമിഴിൽ ആക്ച്വലി ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യമായിരുന്നു. എനിക്കറിയാൻ മറ്റേ ഇളയരാജ സാർ, അദ്ദേഹം ഒരുപാട് കർണാട്ടിക് മ്യൂസിക്കിലത്തെ ഒരുപാട് രാഗങ്ങളിൽ സോങ്സ് ചെയ്തിട്ടുണ്ട്. പല റെയർ ആയിട്ടുള്ള രാഗങ്ങളിലും സമ്പൂർണ്ണ രാഗങ്ങളിലും ജന്യരാഗങ്ങളിലും ഒക്കെ അദ്ദേഹം സോങ്സ് കമ്പോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ബേഗഡയിൽ അദ്ദേഹം ഒരു കോമ്പോസിഷൻ ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല. വേറെ ഞാൻ അറിയാത്ത ഏതെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല. പക്ഷെ തമിഴിൽ ഞാൻ നോക്കിയിടത്തോളം ബേഗഡ രാഗം യൂസ് ചെയ്തിട്ടില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ഇടും, ഏതെങ്കിലും ബേഗഡ രാഗത്തിൽ മറ്റ് ഭാഷകളിലെ പാട്ടുകൾ അറിയാമെങ്കിൽ. ഞാൻ പറഞ്ഞ പോലെ മലയാള തനിമ വല്ലാതെ തുളുമ്പി നിൽക്കുന്ന ഒരു രാഗമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി. ചിലപ്പം അതുകൊണ്ടായിരിക്കാം, അത് ചിലപ്പോൾ മറ്റൊരു കോണ്ടെക്സ്റ്റിൽ അത് അത്ര വർക്ക് ആവുന്നില്ല എന്ന് തോന്നിയത് കൊണ്ടാ എന്താണെന്നറിയില്ല. പിന്നെ രാഗത്തിന്റെ ഒരു കോംപ്ലക്സിറ്റിയും അതിനൊരു കാരണമായിരിക്കാം. പക്ഷെ മലയാളത്തിലാണ് കൂടുതൽ സോങ്സ് കണ്ടിട്ടുള്ളത്.